കേരളത്തിൽ അടിമുടി മാഫിയ ഭരണമാണെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. കൊല്ലം കോർപ്പറേഷനിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും ആരോപിച്ച് RSPയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPM നേതൃത്വത്തിലുള്ള തുടർച്ചയായ ഭരണം കൊല്ലം കോർപ്പറേഷന്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കിയെന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു. ഇപ്പോഴും ജില്ലാ ആശുപത്രി പുതിയ പ്ലാൻ പ്രകാരം പദ്ധതി പ്രകാരം വേസ്റ്റ് ട്രീറ്റ്മെന്റിന് സുവേജ് ട്രീറ്റ്മെന്റിന് അവരുടേതായിട്ടുള്ള പദ്ധതി വരും എന്നുള്ളത് കാത്തു നിൽക്കുകയാണ്, ഭാവിയിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട്. ഇന്നലെ 25 വർഷക്കാലം, 1/4 നൂറ്റാണ്ട് പോയതായോ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ? പിന്നെ ഒരു ജനതയുടെ അടിസ്ഥാന ആവശ്യം എന്താണ്? കുടിവെള്ളം. കഴിഞ്ഞ ദിവസമാണ്, ഒരാഴ്ച മുമ്പ് നമ്മൾ കണ്ടതാണ്, 14ാമത്തെ ദിവസമാണ് ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ കൊല്ലം ജനതയ്ക്ക് കുടിവെള്ളം എത്തിയത്. ആരാണ് ഉത്തരവാദി? വികലമായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഫലമായി കൊല്ലം പട്ടണത്തിന്റെ മുഖഛായയും സൗന്ദര്യവും തകർത്തു. കേരളത്തിലെ പിണറായി സർക്കാർ പൂർണ്ണമായ മാഫിയ ഭരണമായി മാറിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 2017 535 കോടി രൂപ ചെലവഴിച്ച് 2017 പൂർത്തീകരിച്ചതാണ് എന്ന് അവകാശപ്പെടുന്നതാണ് ഞാനുംകടവ് പദ്ധതി. ഞാങ്കടവ് ഒരു തുള്ളി വെള്ളം കൊല്ലം പട്ടണത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു. 535 കോടി ചെലവാക്കിയ ഞാങ്കടവ് പദ്ധതിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കൊല്ലം പട്ടണത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇത് പിടിപ്പുകേട് എന്നല്ലാതെ പിന്നെ എന്താണ് പറയുന്നത്? NK പ്രേമചന്ദ്രൻ MP, ജില്ലാ സെക്രട്ടറി KS വേണുഗോപാൽ, N നൌഷാദ്, AA അസീസ്, TC വിജയൻ, ഇടവനശ്ശേരി സുരേന്ദ്രൻ, AM സാലി, G രാജേന്ദ്രപ്രസാദ്, ഉല്ലാസ് കോവൂർ, A മുംതാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.